ഈ കാണുന്നത് ശരിക്കും ചന്ദനമരമാണ്. അപ്പോൾ ഇത് നമ്മുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് റാഫിക്ക. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയും. ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന സാധ്യതകളും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കും. തീർച്ചയായിട്ടും. നമസ്കാരം. റാഫി മദലമാണ്, അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് ജസ്പേഡ് ഇൻ്റർനാഷണലിൻ്റെ. അപ്പോൾ എന്തായാലും ഈ ഒരു വയനാടിൻ്റെ മണ്ണിൽ വരാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് വരാൻ പോകുന്ന വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞു. ഒരു 10-12 ഓൾറെഡി റെഡിയായി. ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് 40-42 നമ്മളിവിടെ ഫുൾ ഫിനിഷ്ഡ് ആവും. അതുമാത്രമല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. അതായത് വേൾഡിൽ ഫസ്റ്റാണ് ശരിക്കും ആ ഒരു പ്രോജക്റ്റ്. കാരണം ചന്ദനക്കാട്ടിൽ ഇതുവരാരും അങ്ങനെ താമസിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ മഡ് പാക്കാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ആദ്യം ഫെറോക്രീറ്റ് ചെയ്യണം നമ്മൾ ഇൻ്റർനാഷണൽ മെത്തേഡിൽ ചെയ്തിട്ട് മഡ് പാക്ക് ചെയ്യണം. മേലെയും താഴെ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഒറിജിനൽ ഗ്രാസ് പുല്ല് വെച്ച് നമ്മൾ പിടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ ഓക്സിജൻ കണ്ടന്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു പ്രത്യേകമായ രീതിയിലാണ് ഇതിൻ്റെ നമുക്ക് പ്രകൃതി ദേവോ ഭവ എന്ന രീതിയിലാണ് നമ്മളിത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ചന്ദനമരം എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഈ 2000 ചന്ദനമരങ്ങൾക്ക് നടുക്കാണ് ഈ 145 കോട്ടേജുകൾ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആലിന് താഴെ പോയി താമസിക്കാൻ പറയും അല്ലേ? എന്തിനാ? ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണ് മറ്റേത് മരത്തിനേക്കാളും. അതിനേക്കാളും 3 ഇരട്ടിയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ചന്ദനമരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. രാവും പകലും നമുക്ക് ഈ ഒരു ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഗുണം കൂടി നമുക്ക് ഈ ഒരു ഏരിയ മാത്രമല്ല, ചുറ്റുപാട് ഏരിയകളും നമുക്ക് കിട്ടാവുന്ന രീതിയിലേക്കാണ് അത് നമുക്ക് ഗുണം ചെയ്യുന്നിരിക്കും. അപ്പോൾ ബ്രീത്ത് എക്സസൈസ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെൽനെസ് ക്യാമ്പസ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 1-1.5 വർഷം കഴിയുമ്പോഴാണ് ഈ ചന്ദനം, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചന്ദനം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പൊന്നാങ്കണ്ണി ചീരണതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത്. കാരണം ഇത് ചെറിയ അർദ്ധപരാഗ സസ്യം എന്ന് പറഞ്ഞാൽ പറയാം. സ്വന്തം വളം ഹോസ്റ്റിംഗ് പ്ലാൻ നിർബന്ധമാണ്. അപ്പോൾ ഇത് കുറച്ച് ഞങ്ങൾ തൂരപ്പേരിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ നമുക്ക് കണിക്കൊന്ന അല്ലെങ്കിൽ മാതൃനാലും ഈ രീതിയിലേക്ക് ഫാം കണ്ട് ശരിക്കും കറക്റ്റ് നമ്മൾ അവിടെ എല്ലാം കണ്ടിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഈ ഇവിടെ കോട്ടേജ് വരുമ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. തീർച്ചയായിട്ടും അതേ സെറ്റപ്പോട് തന്നെ നമ്മൾ വളർത്തി വലുതാക്കി ഈ ഒരു ചന്ദനമരം ഇന്ന് വളർന്ന് കഴിയുമ്പോൾ ഒരു 1-1.5 വർഷം മതി, ഒരു 2 വർഷം എടുത്തോട്ടെ. വളർന്ന് ഒന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ചന്ദനക്കാട്ടിനുള്ളിലായിരിക്കും ഈ കോട്ടേജ്. അതൊരു ഇമാജിൻ ചെയ്യാൻ നമുക്കൊന്ന് ഇതല്ലേ ശരിക്കും വിഷ്വലൈസ് ചെയ്ത് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ ഇത് വേൾഡിൽ ആദ്യത്തെയാണ്. അതാണ് ഇന്നോവേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിനുള്ളിൽ പ്രൈവറ്റ് പൂളുണ്ട്. അച്ഛനമ്മ 2 മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ 24/7 എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അത് പൂളിൽ ഇറങ്ങാം. നമ്മൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ പൂളിലേക്ക് ഇറങ്ങാവുന്ന സെറ്റപ്പിലാണ്. എന്തായാലും നമ്മൾ ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ആക്കാൻ ഇപ്പം ആഗ്രഹിച്ചത്. ശരിക്കും 145 ഇപ്പോൾ 42 പണിയാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത മാസത്തോടുകൂടി ഫിനിഷ് ആവും. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോമൺ അമ്യൂണിറ്റീസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അണ്ടർഗ്രൗണ്ട് ഹോൾ വരുന്നുണ്ട്. 500 പേർക്കൊക്കെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ അതുപോലെ തന്നെ മെയിൻ കമ്പനികളുടെ മീറ്റപ്പ് ഒക്കെ ചെയ്യുക. BNI പോലെയുള്ള കോർപ്പറേറ്റ് ഇവൻസിൻ്റെ ഒക്കെ മീറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ട് മാറും. അതുമാത്രമല്ല കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്, മിനി സൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ ഫിഷിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതലും അവർക്കൊരു റെന്റൽ അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതലല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു വീട് എടുത്തു 1 കോടി രൂപ അല്ലെങ്കിൽ 95 ലക്ഷത്തിൽ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്താൽ മാക്സിമം ഒരു മാസം നമുക്ക് എത്ര കിട്ടാം ഒരു വീടിന്? 20-25,000 അല്ലേ? ഇവിടെ നമുക്ക് 1.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിനിമം 1.5 ലക്ഷത്തിൽ 20 ഇപ്പോൾ 20,000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ. അത് അടുത്ത വർഷങ്ങളൊക്കെ മാറ്റം വരും. കാരണം ഇതുപോലുള്ള പൂൾ സൗകര്യമുള്ള കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ 38,000 50,000 കൊടുക്കുന്ന സ്ഥലങ്ങളിന്നും കേരളത്തിലുണ്ട്, അതർ സ്റ്റേറ്റ്സിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 20,000 കൂടുതലല്ല. ഇനി അത് മാറ്റം വരും. കാരണം ബിഗിനിങ് സ്റ്റേജ് അല്ലേ. തുടക്കത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ചെറുതായിരിക്കില്ല. വരുന്ന ഫാമിലിക്കായാലും അതുപോലെ മക്കൾക്ക് മറ്റുള്ളവർക്കൊക്കെ അതിൽ ഏറ്റവും വീണ്ടും വരാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കോമൺ അമ്യൂണിറ്റീസും കൂടിയാണ് നമ്മൾ. അതേപോലെ അവർക്കും ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണമെങ്കിലൊക്കെ തോന്നി കഴിഞ്ഞാൽ പന്തലിൽ കുറച്ച് ദിവസം വന്നാൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോട്ടേജ് സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് 15 ദിവസത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കുന്നുണ്ട്. ബാക്കി 15 ദിവസത്തിന്റെ റെന്റിലാണ് പിന്നെ അവർക്ക് കിട്ടുക. അത് അവരിഷ്ടം. ഇനിയിപ്പോൾ വേണ്ട താമസിക്കാൻ വരുന്നില്ല, ഇയർലി ഫുൾ പറ്റും. അതേപോലെ ഗ്രൂപ്പായിട്ട് എടുക്കാം. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ 95 ലക്ഷം രൂപ ഇപ്പോൾ കേട്ടോ. ഇത് നമുക്ക് ശരിക്കും
കൂടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 95 ലക്ഷത്തിന് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ റെന്റ് അദ്ദേഹത്തിന് മാത്രമായിരിക്കും. ഇനി അതല്ല 10 ലക്ഷം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുത്തുകൊണ്ട് 95 പേർക്കും ഇത് സ്വന്തമാക്കാൻ ഇത്രയും പേർക്ക് അതെന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ആധാരത്തോട് കൂടിയിട്ടുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ലക്ഷം തന്നാൽ പോലും കോട്ടയിൻ്റെ ഓണറായിട്ട് മാറാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി 10 ലക്ഷം ആവും, ഇനി 10 ഫ്രണ്ട്സിന് ഒന്നിച്ച് ഒരു 9.5 ലക്ഷം വീതം കൊടുത്തുകൊണ്ട് 10 പേർക്ക് ഫ്രണ്ട്സിനെ ഒന്നിച്ച് വാങ്ങാം. അതാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, പലരും ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്കൊരു കോട്ടേജ് വേണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരന് പോലും ഇവിടെ വന്നിട്ട് ഒരു ആധാരം സ്വന്തമാക്കാവുന്ന രീതിയിലുള്ള 1 ലക്ഷം രൂപ ആവശ്യം. ഞാൻ പറട്ടെ, ഒരു പവൻ സ്വർണ്ണത്തിന് ഇപ്പോൾ 1 ലക്ഷത്തിന് മേലെയുണ്ട്. അപ്പോൾ ഒരു പവൻ സ്വർണ്ണം മേടിക്കണ പൈസ പോലും വേണ്ട, നമുക്കിവിടെ ഒരു ഓണർഷിപ്പിലേക്ക് വരാം. അതും ഒരു 15 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യുവേഷൻ, അതായത് ആ സമയത്ത് ചന്ദനം വളരും. ഇതിന്റെ ഒരു 3.5 കോടി 4 കോടി ചന്ദനം, അത് ഉറപ്പല്ലേ? അപ്പോൾ ആ സമയത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചന്ദനക്കാട് തന്നെ ആയിരിക്കും. അതും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ഇതൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും അത് വരാം. ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണം തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ ഇനിയും വന്നിപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മളാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വേൾഡ് മുഴുവൻ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മൾ 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിഷരഹിതമായ നല്ല പച്ചക്കറികൾ, നല്ല ഫ്രൂട്ട്സ്, ഭക്ഷണങ്ങളും നെല്ല് വരെ നമ്മളവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടേക്കുള്ള ഫുഡ് കംപ്ലീറ്റ് അവിടെ നിന്നുള്ള ഭക്ഷണമായിരിക്കും. അപ്പോൾ പ്രകൃതി ദേവോഭവ എന്നുള്ള ഒരു സംഭവം നമ്മൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു രീതി തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഏറ്റവും നല്ലൊരു ക്യാമ്പസായിട്ട്, വെൽനെസ് ക്യാമ്പസായിട്ട് മാറുന്ന രീതിയിലേക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അടുത്തല്ലേ ഈ ഫാം വരുന്നത്? ഫാം ഇവിടുന്ന് ഒരു 2.5-3 കിലോമീറ്റർ തന്നെ. അവിടെ ഇപ്പോൾ നമ്മളിപ്പോ എന്താ പറയാ, സയന്റിഫിക് ആയിട്ട് ഇത് വരാൻ പോണെന്ന് പറഞ്ഞിട്ട് റിസർച്ച് സെന്റർ, അവിടെ റിസർച്ച് സെന്റർ വരുന്നത് ഇന്ത്യയിലെ 2ാമത്തെയാണ്, കേരളത്തിലെ ആദ്യത്തെയാണ്. അതായത് ഫസ്റ്റ് വരുന്നത് നമുക്ക് കർണാടക, 2ാമത്തെ നമുക്ക് ഇവിടെയാണ് വരുന്നത്, പുൽപ്പള്ളിയിലാണ് വരുന്നത്. ഇന്ത്യൻ സാൻഡൽ ഇടുന്നതുകൊണ്ട് ഇന്ന് ഓസ്ട്രേലിയയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്കുള്ളൊരു തിരിച്ചുവരവും കൂടിയാണ് നടത്തുക. അതിനെക്കുറിച്ച് പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇവിടെ 6 ലക്ഷം ചന്ദന മരങ്ങൾ ഇവിടെ നടുക, വീണ്ടും നടുക. നമ്മളിപ്പോൾ ഈ മറയൂർ ചന്ദനം ഉണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ മാർക്കറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല. പോരാ, ഇവിടെ ഒരു 2000 ടൺ ചന്ദനമാണ് ഇന്ത്യയിൽ ആവശ്യമുള്ളത്, വേൾഡിൽ 6000 ടൺ മതി. ബഡ്ജറ്റ് വെക്കാൻ അതെ അത് അതുകൊണ്ടാണ് നമുക്ക് മുന്നേ കാലക്കൂട്ടി ഇത് ചെയ്തെടുക്കാൻ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ 2000 ടൺ ചന്ദനം ഇന്ത്യയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ 96 ടണ്ണേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി 1904 ടൺ എന്ന് പറഞ്ഞോളം നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ കിൻഡിസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയുടെ എന്നൊക്കെ നമ്മൾ ഇന്ന് ഇന്ത്യൻ സാൻഡലൂടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെയാണ്, കേരളത്തിൻ്റെയാണ്. ഒരു അസ്തിത്വം തിരിച്ചു പിടിക്കാൻ. ശരിക്കും ഒരു 15 വർഷം കൊണ്ട് സാധാരണക്കാർ, അതായത് ചെറിയൊരു എമൗണ്ട് ഇട്ട് പോലും ഇതിന്റെ ഒരു പാർട്ടായി മാറുന്ന ആൾക്കാരെ പോലും കോടീശ്വരന്മാരാക്കാനുള്ള പ്രോജക്റ്റിലേക്കാണ് അവർ എത്തുന്നത്. അല്ല, അത് നമ്മൾ കോട്ടേജിന്റെ കാര്യം പറഞ്ഞത്. ഇനി നമ്മളവിടെ 28,000 പ്ലോട്ടുകളുണ്ട്, 5 സെന്റിൽ 20 ചന്ദന മരങ്ങൾ. അത് അടുത്തൊരു 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷം പ്ലാന്റേഷൻ മാത്രമായിട്ട് വരുമ്പോൾ 28,000 കോടീശ്വരന്മാരെയാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. അടുത്തൊരു 15. നിലവിൽ കുറച്ച് ദിവസം മുന്നേ തന്നെ പല ചാനൽസ് ഇൻക്ലൂഡിങ് 24-ലൊക്കെ ഇന്നോവേഷൻ ജസ്പേന്റെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും ഇതിനെക്കുറിച്ച് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് തരാം. സോ ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു സോ മച്ച്.